ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്ന് വന്നേക്കണത് നമ്മുടെ ഒരു ടോപ്പിൻ്റെ സ്ലീവിൽ ലേസ് വയ്ക്കണത് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇങ്ങനത്തെ ലേസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നിറച്ച് സ്റ്റോണാണ് ലേസിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്ലീവിൽ പിടിപ്പിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർ ഹെമ്മിങ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത് ഈ ഫൂട്ട് മാറ്റിയിട്ട് ഇതുപോലുള്ള ഒറ്റ ഫൂട്ട് വച്ചിട്ട് ചെയ്യണ രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് നല്ല സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാമായിരിക്കും. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഈ സ്ലീവിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ലേസിൻ്റെ ഭാഗത്തുള്ള നെറ്റ് മടക്കി ഉള്ളിലേക്ക് വച്ചിട്ട് അരികത്തുകൂടെ നമുക്ക് ഈ ഒറ്റ ഫൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ ഉള്ളതൊക്കെ ചെയ്യണ മാതിരി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒറ്റ അടുപ്പിൽ അടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. എന്നാലും നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യണേലും ഫിനിഷിങ്ങും ആയിരിക്കും, നമ്മുടെ സമയവും ലാഭം കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ രണ്ടറ്റത്തും നെറ്റ് പോലെയുള്ള പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ നെറ്റ് പോലെയുള്ള പീസ് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം കൂടി അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് ചെയ്യാൻ ഒരുപാട് ഈസിയാണെന്ന് ഞാൻ പറയണില്ല. അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് കുറച്ച് ടഫായിട്ട് തോന്നും. എന്നാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഹെമ്മിങ്ങൊക്കെ ചെയ്യണേലും ഇതായിട്ട് ചെയ്യാം. അപ്പോൾ ഈ നെറ്റ് ഇപ്പുറ ഭാഗത്തുള്ള നെറ്റും കൂടി ഇങ്ങനെ മടക്കി അടിച്ചിട്ട് അപ്പോൾ 2 ഫൂട്ടുള്ള ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഫൂട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഈ ഫൂട്ടിൻ്റെ 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 ഫൂട്ടും കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ രണ്ടും വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡും മാറ്റി മറിച്ചും ചെയ്യാം. ഇപ്പോൾ സ്ലീവൊക്കെ ആകുമ്പോൾ ഒരു ഫൂട്ട് ഇട്ടിട്ട് നമുക്ക് അപ്രഭാഗവും തിരിച്ചും മറിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം ഒരു കയ്യിൽ അത് ലേസ് അടിച്ചു കഴിഞ്ഞു. ഓക്കെ, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെറ്റ് ആയതുകൊണ്ട് നമ്മുടെ അടിപ്പൊന്നും വലുതായിട്ട് അറിയാനും പറ്റണില്ല. കണ്ട, നിങ്ങൾക്ക് മനസ്സിലായ? ഞാൻ അടുത്ത സ്ലീവും കൂടി ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. ഒരു സ്ലീവും കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാവില്ല. അപ്പോൾ ഈ ഫൂട്ട് സിംഗിൾ ഫൂട്ട് ഇടുക. എന്നിട്ട് നമ്മൾ സ്ലീവ് സാധാ നമ്മൾ മടക്കി അടിക്കുന്ന മാതിരി തന്നെ മടക്കി അടിച്ചിട്ട് ഇത് കണ്ട, ഇത് നെറ്റാണ് വന്നത്. ഈ നെറ്റിൻ്റെ ഭാഗം മടക്കുക, ഉള്ളിലേക്ക് മടക്കിയിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ ഞാൻ ക്യാമറ അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചിട്ടാണ് കാണിക്കുന്നത്. കണ്ട, ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റണില്ലേ? ഫൂട്ട് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ സ്റ്റോൺ വരുന്ന ഭാഗം വയ്ക്കുക. മനസ്സിലായോ? എന്നിട്ട് ഈ അരികത്ത് കൂടെ നെറ്റ് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ച് വിട്ടാൽ മതി. അപ്പോൾ സ്റ്റോണിലോട്ട് സൂചി കയറിയില്ല. അത് അങ്ങനെ സൂചി കയറിയിട്ട് നമുക്ക് സൂചി ഒടിയുന്ന ഒരു പ്രോബ്ലം വരെയില്ല. ഈസി ആയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തോന്നും, തെന്നി പോണത് മാതിരിയൊക്കെ ഈ ഒറ്റ ഫൂട്ട് വച്ച് ചെയ്യുമ്പോൾ. പക്ഷെ അത് നമുക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ഇത്ര ഈസി ആയിട്ട് അടിച്ചത് നിങ്ങൾ കണ്ടില്ലേ?
ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് അപ്പുറ ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ നെറ്റ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഈ നെറ്റ് കണ്ട ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അടിക്ക് തുടങ്ങണ എല്ലാ ഭാഗത്തും കെട്ടിട്ട് ചെയ്യുക കേട്ടോ, ആദ്യമായിട്ട് ചെയ്യണവർ. ഈ ഭാഗവും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത് അത്രയും ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് മനസ്സിലായിട്ടാ. പക്ഷേ ഇത് ഈ ഭാഗത്ത് ഇനിയുള്ള ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ക്യാമറ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട കറക്റ്റായിട്ട് ആ സ്റ്റോണിൻ്റെ അരികത്തൂടെ തന്നെ ആണ് ആ സ്റ്റിച്ചിങ് പോണത് കേട്ടോ. കണ്ട അത്ര ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഫൂട്ട് മാറ്റിയിട്ട് ചെയ്താൽ. 2 ഫൂട്ടുള്ളത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഹെമ്മിങ് ചെയ്യാതെ തന്നെ നമ്മൾ എത്ര ഈസി ആയിട്ടാണ് ഇത് അടിച്ചെടുത്തേ നോക്കി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക.